എന്താണ് ഈ ഓർത്തഡോക്സ് അല്ലെങ്കിൽ സ്തുതി ചൊവ്വാക്കപ്പെട്ട ആത്മീയ മാർഗം? നമുക്കൊക്കെ പല വിധത്തിലുള്ള അറിവുകൾ അതിനെക്കുറിച്ചുണ്ട്. പ്രത്യേകിച്ച് സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ട് അറിയാം. ആ തത്വങ്ങളൊക്കെ വൈദിക ശുശ്രൂഷയിൽ പ്രാവർത്തികമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഞാനൊരു ചിത്രീകരണം കണ്ടു. അതിൽ ഒരു ഗുരു ശിഷ്യന്മാർക്ക് അടവുകൾ പഠിപ്പിക്കുകയാണ്. ഒരാൾ എതിർക്കാൻ വരുമ്പോൾ എങ്ങനെ നേരിടണമെന്നുള്ളത്. അത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഗുരു പറഞ്ഞു, ഇനി നിങ്ങൾ എന്നെ ഒന്ന് ആക്രമിക്കാൻ വരുമോ? അത് പ്രായോഗികമായിട്ടുള്ള ട്രെയിനിങ് ആണ്. ഇതുവരെ പറഞ്ഞു കൊടുത്ത തത്വങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ശിഷ്യൻ വന്ന് ഗുരുവിനെ അടിക്കാൻ തുടങ്ങി. ഗുരു തടഞ്ഞു. രണ്ടാമത്തെ ആൾ വന്ന് കളഞ്ഞു. മൂന്നാമത്തെ ആൾ വന്ന് വയറ്റിനൊരു ചവിട്ട്. ഗുരു മറിഞ്ഞു. ഗുരു പറയുന്നത്, ഞാൻ ഈ പറഞ്ഞു തന്നതുപോലെ അടിക്കാൻ പാടുള്ളൂ. പരിശീലനം കൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്. പറഞ്ഞു തന്ന സാഹചര്യങ്ങളും സംവിധാനങ്ങളുമാണെങ്കിൽ നമുക്കൊരു പരിധി വരെ പിടിച്ചു നിൽക്കാനാകും. പക്ഷേ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെ നിലപാടുകൾ എടുക്കണം, എന്തു പറയണം, എങ്ങനെ പ്രവർത്തിക്കണം, ഇതൊന്നും വെറും തത്വങ്ങളിലുള്ള പരിശീലനം കൊണ്ട് ലഭിക്കില്ലെന്നുള്ളത് വസ്തുതയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ഓരോരുത്തരും നേരിടുന്ന അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. എന്നാൽ പാശ്ചാത്യ മനുഷ്യനെ തരംതിരിക്കുമ്പോൾ ഓരോ പ്രത്യേക സ്വഭാവങ്ങളുള്ള മനുഷ്യരുടെ നിലയിൽ ഒരു ഒബ്ജക്റ്റീവ് ക്ലാസിഫിക്കേഷൻ നടത്തും. പൗരസ്ത്യ അങ്ങനെയല്ല. പൗരസ്ത്യർക്ക് ഒരു മനുഷ്യനെ പോലെ വേറെ ഒരാളില്ല. അതുകൊണ്ട് ഏത് പരിശീലനവും 700 കോടി വ്യത്യസ്ത കാറ്റഗറി ഉണ്ടാകും. കാരണം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. രൂപഭാവത്തിൽ സാമ്യം ഉണ്ടായാൽ പോലും അവരുടെ മനോനിലയും ചിന്താഗതിയും അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ഇതിനെ എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു വൈദിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കുക എന്നുള്ളത് സാധ്യമാണോ? സാധ്യമല്ലെങ്കിലും ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഞാൻ വിഷയത്തിലേക്ക് പെട്ടെന്ന് കടക്കാൻ ആഗ്രഹിക്കുന്നു. സമയപരിമിതി ഉണ്ടാകും. 3 കാര്യങ്ങളാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വിഷയം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സമകാലീന ലോകത്തിൽ സ്തുതിചൊവ്വാക്കപ്പെട്ട അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആത്മീയ മാർഗം എന്നുള്ളതാണ്. എന്താണ് ഈ സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം? അതാണ് ഒന്നാമതായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അധികം വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല. അത് കാരണം നമ്മളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചു വളർന്നു വന്ന അനുഭവമാണ്. രണ്ടാമത്തേത്, ഈ മാർഗം സമകാലീന ലോകത്തിൽ എങ്ങനെ പ്രയോജനപ്രദമായി ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഈ സമകാലീന ലോകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചുള്ള ഒരു ലഘു ചിന്ത. മൂന്നാമതായിട്ട്, ഈ സംവിധാനത്തിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ? അത് പറയുമ്പോൾ ചിലർക്കത് അത്രയങ്ങ് ഉൾക്കൊള്ളാനാവില്ല. കാരണം ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ തന്നെ അത് തൊട്ടാൽ കീറുന്ന അത്രയും പഴക്കമുള്ളതാണ്. പഴയ തുണികൾ കണ്ടിട്ടില്ല. പഴക്കമേറി വരുമ്പോൾ അത് അധികം ഉപയോഗിക്കാനാവില്ല. അത് തൊട്ടാൽ കയറി പോകും. അതുകൊണ്ട്
വർഷങ്ങളായി കാലങ്ങളായി ആദിമസഭ മുതൽ നിലനിന്നു വരുന്ന വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നാം പിന്തുടരുന്നത് എന്ന് നാം ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയെ തന്നെ ഒരു പുനരവലോകനം ചെയ്യണമെന്നാണ് എന്റെ പക്ഷം. ഇപ്പോൾ നാം അറിയപ്പെടുന്നത് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുടെ കൂട്ടത്തിൽ ഒരു അംഗ സഭ എന്ന നിലയിലാണ്. അത് അറിയപ്പെടാൻ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ പൗരസ്ത്യ ഭാഗത്തുള്ള ചില സഭകൾ ഒന്നിച്ചു നിന്നതിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് അങ്ങനെ അറിയപ്പെട്ടു എന്നുള്ളത്. ലോകത്തിന്റെ കിഴക്ക് മുഴുവൻ എന്ന അർത്ഥത്തിൽ കിഴക്കൻ സഭ എന്ന് നമ്മെ വിളിക്കുന്നില്ല. എന്നാൽ ആ സാഹചര്യമാണോ ഇന്നുള്ളത്? ഇന്നീ പറയുന്ന അംഗസഭകൾ എല്ലാം തന്നെ ലോകമെമ്പാടും വ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ സഭ തന്നെയൊന്ന് പരിഗണിക്കൂ. ലോകമെമ്പാടും വ്യാപരിച്ച് ഒരു ജിയോഗ്രഫിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയി നിലനിർത്താവുന്ന ഒരു അന്തരീക്ഷമല്ല ഇന്നുള്ളത്. എങ്കിലും ആ പേര് തന്നെ നാം തുടരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ആ പേര് അങ്ങനെ തന്നെ തുടരണമോ എന്നുള്ളത് ചിന്തിക്കാനുള്ള വേദിയല്ലല്ലോ ഇത്. രണ്ടാമത്തെ കാര്യം, ഓർത്തഡോക്സി എന്ന് പറയുന്നത് യാതൊരു വ്യതിയാനവും കൂടാതെ കാലങ്ങളായിട്ട് നാം മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതാണോ, അതോ അത് വ്യത്യാസങ്ങൾ വരുന്നില്ല എന്ന് നാം അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് വരുന്നുണ്ടോ? ഞാൻ ഈ കാര്യം ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഈ പൗരസ്ത്യ സഭകൾ എന്ന് പറയുമ്പോൾ കൽക്കലോനിയ സുന്നഹദോസിൽ പങ്കെടുക്കാതെ മാറി നിന്ന സഭകളെ ഇങ്ങനെയൊരു പേരിലൊന്നും അറിയപ്പെട്ടിരുന്നില്ല ആ കാലത്ത്. ആ കാലത്ത് സഭകളുടെ ചരിത്രം വായിക്കുമ്പോൾ അറിയാം, അത് ഇംഗ്ലീഷ് പോലും പ്രചാരത്തിലായിട്ടില്ല. പിന്നെ എങ്ങനെ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് എന്നൊക്കെ വരുന്നത്? അത് ഈ അടുത്ത കാലത്ത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനം 20ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ പറഞ്ഞു വരുന്ന ഒരു പേരാണ് ഓറിയന്റൽ സഭകൾ എന്നുള്ളത്. പക്ഷെ നമുക്ക് ധരിച്ചു വെച്ചിരിക്കുന്നത് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഓർത്തഡോക്സി എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യത്യാസവും വരാൻ തുടരുകയാണെന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ ഈ ചിന്തകളും കൂടെ ഇതിനോട് ചേർക്കണം. ആ വാക്കുപോട്ടെ. ഇനി അതിനുള്ള തത്വങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദിമസഭയിൽ പാലിച്ചിരുന്ന സംവിധാനങ്ങളാണോ ഇന്നുള്ളത്? എന്തിനധികം ഒരു 100 വർഷം മുൻപുള്ളതാണോ ഇന്ന് നിലനിൽക്കുന്നത്? ഇവിടെ എനിക്ക് ഒരു ലേണഡ് ഓഡിയൻസ് നിലയിൽ പറയാനായിട്ടുള്ളത്, ഏത് സംവിധാനവും അതിലെ മൈന്യൂട്ടായിട്ടുള്ള പ്രദേശങ്ങളിലെ സാഹചര്യങ്ങളെയും പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും സംസ്കാരത്തെയും പഠിക്കാതെ ഇതാണ് പൊതുവെന്ന് ജനറലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, വ്യത്യസ്ത പാരമ്പര്യങ്ങൾ നമ്മുടെ സഭയിൽ പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർത്തഡോക്സി എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു നിർവചനത്തിൽ അത് കൊണ്ടുവരാൻ ചരിത്രപരമായി പ്രയാസമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് ഒട്ടും വ്യത്യാസം വരുത്താത്ത സഭകളാണ് ഓർത്തഡോക്സ് സഭകളെന്നും വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുള്ള സഭയാണ് കത്തോലിക്ക സഭ എന്നും വിശ്വാസത്തിന്റെ പലതും വിട്ടുകളഞ്ഞ സഭകളാണ് പ്രോട്ടസ്റ്റന്റ് സഭകളിൽ നിന്നുള്ള ഒരു ചിന്ത പൊതുവെയുണ്ട്. ഏതായാലും ലോക ക്രൈസ്തവരെ 3ആയി തിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പാശ്ചാത്യ അല്ലെങ്കിൽ കത്തോലിക്ക സഭ, കിഴക്കൻ ഓർത്തഡോക്സ് സഭകളും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും ചേർന്ന കിഴക്കൻ സഭകൾ, ഓർത്തഡോക്സ് സഭകൾ, പിന്നെയുള്ളത് പ്രോട്ടസ്റ്റന്റ് സഭകളാണ്. ഇവർക്ക് ലക്ഷണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്, പ്രവർത്തനത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന്
പൊതുവെ പറയുന്നുണ്ട്. ഒന്ന്, കാത്തലിക് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഹെഡിന്റെ കീഴിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്, മാർപ്പാപ്പയുടെ കീഴിൽ. ഓർത്തഡോക്സ് സഭകളെല്ലാം ഒരു ദേശീയ തലവന്റെ കീഴിൽ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഭരണപരമായി എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭകൾ പ്രാദേശികമായ വിധത്തിലുള്ള സംവിധാനമാണ് ഭരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ വേറെ ചില പ്രത്യേകതകളുമുണ്ട്. നമ്മുടെ സഭ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നാം പറഞ്ഞത്. അതിനർത്ഥം മറ്റൊന്നിന് പ്രാധാന്യമില്ലെന്നല്ല, കൂടുതൽ പ്രാധാന്യം ആരാധനയ്ക്കാണ് കൊടുക്കുന്നത്. കത്തോലിക്ക സഭയെക്കുറിച്ച് പൊതുവെ പറഞ്ഞു വരുന്നത് കാരുണ്യ പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത്. അവരുടെ നിരവധി വൈദിക കൂട്ടായ്മകളുണ്ട്, ഓർഡറുകളുണ്ട്. അവരൊക്കെ കാരുണ്യ പ്രവർത്തികൾ, മിഷൻ ഈ രീതിയിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ആശുപത്രി ഉണ്ടാക്കുന്നതിലൊക്കെ വ്യാപൃതരാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം, ആയിരിക്കണം ലക്ഷ്യം എന്ന് നാം ചിന്തിക്കുകയാണ്. കോൺഗ്രസ് സഭകൾ പൊതുവെ പാർട്ടി കേൾക്കുന്നത് മിഷനറി സഭകളാണ്, മിഷൻ പ്രവർത്തനമാണ്, സുവിശേഷവൽക്കരണമാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. അപ്പൊ ഭരണപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമുക്ക് പ്രവർത്തനത്തിൽ ഈ ഒരു ഊന്നൽ കൊടുക്കുന്നതിനുള്ള വ്യത്യാസം നമുക്ക് ഉണ്ട്. വിശ്വാസ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ചിലതൊക്കെ കൂട്ടിച്ചേർത്ത് വിട്ടുകളഞ്ഞതുമായ ക്രൈസ്തവ കൂട്ടങ്ങളുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു ഓർത്തഡോക്സ് സഭകൾ എന്ന് നാം അഭിമാനിക്കുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമ്മുടെ സ്തുതിചൊവ്വാക്കപ്പെട്ട വിശ്വാസം എന്നുള്ളത് the right faith, the right belief എന്നൊക്കെ പറയാം. അതിനെക്കുറിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് വായിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാ സഭകളും പറയുന്നത് അവരുടെ അനുസരിച്ച് അവരുടെ വിശ്വാസമാണ് ശരി എന്നുള്ളതാണ് എല്ലാ സഭകളും അവകാശപ്പെടുന്നത് ഔദ്യോഗികമായിട്ട്. ഞാനൊരു മർത്തോമായ അച്ഛനോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഈ മരിച്ചുപോയുടെ ഓർമ്മ നടത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്കുണ്ട്, അതുപോലെ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും നിങ്ങൾ വിട്ടുകളയുന്നുണ്ട്. അച്ഛൻ പറയുന്നു അതൊക്കെ ആദ്യകാലങ്ങളിലാണ്. ഇപ്പൊ ഞങ്ങൾ പള്ളികൾ വരുന്ന വിശുദ്ധന്മാരുടെ പേരിലാണ്. മാത്രമല്ല മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. അതൊന്നും ഞാൻ പരസ്യമായിട്ട് കൊട്ടിഘോഷിക്കാറില്ല എന്ന് മാത്രം. എന്റെ അച്ഛൻ പറയുകയാണ്, ഇതൊക്കെ വിട്ടുകളയാനുണ്ടായ സാഹചര്യം ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. കമ്പ്യൂട്ടർ കോഴ്സിന് പഠിക്കാൻ പോയ ഒരു പെൺകുട്ടി ആ ക്ലാസ്സിൽ പോകുന്ന വഴിക്ക് ഒരു ചുരുക്കമായിട്ട് പ്രേമബന്ധത്തിലായി. ആ ക്ലാസ്സിൽ പലപ്പോഴും പോകാതെ ഇവന്റെ കൂടെ ചുറ്റിക്കറങ്ങാൻ. അങ്ങനെ വന്നാൽ വീട്ടുകാരിൽ അറിഞ്ഞാൽ എന്ത് പറയും? നീ ഇനി പഠിക്കാൻ പോകട്ടെ. ആ കോഴ്സിന്റെ പ്രശ്നമല്ല അത്. ഇതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും അന്നത്തെ കത്തോലിക്ക സഭയിൽ വികലമായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ ക്രൈസ്തവ മൂല്യം നിരക്കാത്ത വിധത്തിൽ പാപമോചനത്തെ വിൽപ്പന ചരക്കാക്കിയപ്പോൾ എങ്കിൽ ഇതാണ് തിന്മ വരുന്ന വഴിയെങ്കിൽ അത് നമുക്ക് വേണ്ട എന്ന് വെച്ചതാണ്. അല്ലാതെ അതിനെന്തെങ്കിലും അപാകത ഉണ്ടായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു വന്നത്. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ വിശ്വാസമാണ് ശരിയെന്ന്. വളരെ ശരിയാണ്, ഓർത്തഡോക്സ് വിശ്വാസമാണ് വളരെ ശരി. പക്ഷേ ചില ദൂഷ്യങ്ങൾ അതിന്റെ പ്രായോഗികതയിൽ വരുമ്പോൾ സമൂഹം ചിന്തിക്കും, അതാണോ വാസ്തവത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്? ഒരു കൊച്ചമ്മ അച്ഛനോട് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ദൈവം അതിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ചു. എന്നെ ഓരോന്നും ഇങ്ങനെ പറയും. അപ്പൊ അച്ഛന്റെ മറുപടി ഇതാണ്, നിന്നെ കിട്ടിയത് മുതലാണോ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് വന്നത് എന്ന് എനിക്കൊരു സംശയം. ഞാൻ വായിച്ച ഒരു സംഭവമാണ്. നോക്കൂ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് കാരണം നീയാണോ അതോ പ്രശ്നങ്ങളിൽ
വിജയം വരിക്കാനായിട്ട് എനിക്ക് ശക്തി പകർന്നു നീയാണോ? ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് ഓരോരുത്തരുടെയും നിലപാടുകൾ അനുസരിച്ചാണ്. നമ്മുടെ സഭയുടെ വിശ്വാസ സത്യങ്ങൾ യഥാവിധി പ്രയോഗക്ഷമമാക്കുന്നില്ലെങ്കിൽ, അതിൽ അപാകതകൾ വരുന്നുണ്ടെങ്കിൽ പൊതുസമൂഹം ഈ അപാകതകൾ ഉണ്ടാകാനുള്ള കാരണം ഈ തരത്തിലുള്ള വിശ്വാസങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കാം. പൊതുസമൂഹത്തോട് അവരുടെ നിലപാട് എങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഓർക്കുക, ഓർത്തഡോക്സ് വിശ്വാസം സ്തുതിച്ചുവാക്കപ്പെട്ടതാണ്, പെർഫെക്റ്റ് ആണ് എന്ന് മറ്റുള്ളവർക്കും അഭിപ്രായമുണ്ടെന്നർത്ഥം. പക്ഷേ അവരുടെ നിർദ്ദേശം എന്താണ്? നാം അത് നടപ്പാക്കുന്ന വിധത്തിൽ, പ്രയോഗത്തിൽ വരുന്ന വിധത്തിൽ ചില അപാകതകളുണ്ട്. നമുക്കും സമ്മതിക്കേണ്ടി വരും. എന്താണ് അതിന് കാരണം? നമ്മുടെ വിശ്വാസ സത്യങ്ങളെ നാം തന്നെ ശരിയായി മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് മനസ്സിലായാലല്ലേ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ആത്മാർത്ഥമായിട്ട് നാം നമ്മോട് തന്നെ ചോദിക്കുക, ഈ പൗരസ്ത്യ സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ വ്യക്തി ജീവിതത്തിൽ പരിവർത്തന വിധേയമാക്കുവാൻ ഉപകരിക്കുന്നതാണെന്ന് നമുക്ക് ബോധ്യമുണ്ടോ? അതോ അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ ഇത് വളരെ കോംപ്ലക്സ് ആണ്. ആളുകൾ ആഗ്രഹിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് നാം അങ്ങനെ ഒരു ചിന്തയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നാം ഈ സ്തുതിചുവാക്കപ്പെട്ട വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് എന്നർത്ഥം. നമ്മെ മറ്റു പലതുമാണ് സ്വാധീനിക്കുന്നത്. നമുക്കത് പാടില്ല. കാരണം നാം അതിന്റെ വക്താക്കളാണ്, പ്രയോക്താക്കളാണ്. മറ്റുള്ളവരിലേക്ക് ഇത് സംക്രമിപ്പിക്കുവാനായിട്ട് കഴിയണം. അതിനുള്ള ഉറച്ച ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. പല സഭകളും കാര്യസാധ്യത്തിന് വേണ്ടി നോമ്പൊക്കെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്. ഈ സഭ അങ്ങനെയല്ലല്ലോ. ഒരു കാര്യസാധ്യത്തിനും വേണ്ടി ഉപവസിക്കുന്നില്ല, ജീവിതത്തിന്റെ ചര്യയാണത്. പിതാവ് പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ മാർഗത്തിൽ വന്ന് ഭവിക്കുന്ന ചില അനുഭവങ്ങളാണ്. അത് ജീവിതം തന്നെയാണ്. അത് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടിയല്ല, ജീവിതത്തിന്റെ ഭാഗമായിട്ട് തിരുസഭ ക്രമീകരിച്ച സംവിധാനങ്ങളാണ്. അത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയോ ഉള്ളതല്ല. മനുഷ്യ ജീവിതത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി സംവിധാനം ചെയ്യപ്പെട്ട, സ്തുതിചുവാക്കപ്പെട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം കണ്ടുമുട്ടേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. ആ വിധത്തിൽ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകുമ്പോൾ ദൈർഘ്യമുള്ള ആരാധന അത് നമുക്ക് തന്നെ ദൈർഘ്യമുള്ളതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എത്രയധികം തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സ്തുതിചുവാക്കപ്പെട്ട വിശ്വാസത്തിന്റെ മഹത്വവും അതുല്യതയും നാം തന്നെ ബോധ്യപ്പെട്ടെങ്കിലേ നമുക്കത് പകർന്നു കൊടുക്കാനാവും. എന്തൊക്കെയാണ് സ്തുതിചുവാക്കപ്പെട്ട വിശ്വാസം എന്ന് പഠിക്കുമ്പോൾ 2-3-4 കാര്യങ്ങൾ അഭിമന്യ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചത് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. ഒന്ന്, ദൈവവുമായുള്ള ബന്ധം. അത് വ്യക്തിപരവുമാണ്, സാമൂഹ്യവുമാണ്. ഒരു നിരീശ്വരൻ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി അത് കേൾക്കുന്നുണ്ട്. അവന്റെ കാര്യമായ പാണ്ഡിത്യമൊന്നുമില്ല, പക്ഷെ അവൻ ഒരു കാര്യം ചെയ്തു. ഈ വെല്ലുവിളിക്കുന്ന നിരീശ്വരനെ ഒരു ചിന്തയുണ്ടാക്കാൻ വേണ്ടി ഒരു ഓറഞ്ചുമായിട്ട് അവൻ വേദിയിൽ വന്നു. എന്നിട്ട് ആ ഓറഞ്ച് എല്ലാവരും കാർഗെ തൊലി കൊടുത്ത് അത് കഴിച്ചു. എന്നിട്ട് നിരീശ്വരനോട് ചോദ്യം, സർ, ഞാൻ ഈ കഴിച്ച ഓറഞ്ച് മധുരമുള്ളതാണോ പുളിയുള്ളതാണോ? നമുക്ക് നിസ്സഹായനാണ്. ഞാൻ എങ്ങനെയാ പറയാറ്? നീയല്ലേ കഴിച്ചു. സർ, എന്റെ ദൈവത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞത് ഇല്ലെന്ന് പറയാൻ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു? ഞാൻ അനുഭവിച്ചതിന്റെ യാഥാർത്ഥ്യമാണ്
അതിന്റെ മധുരം എനിക്കല്ലേ അറിയുള്ളൂ. ഇതാണ് ഓർത്തഡോക്സ് രേഖയുടെ ഒരു പ്രത്യേകത. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അനുഭവിച്ചറിയണം. അനുഭവിച്ചറിയേണ്ടതാണ് പൗരസ്ത്യ ആരാധനയുടെയും വിശ്വാസത്തിന്റെയും മഹത്വം. അത് അനുഭവിച്ചറിയാൻ നമുക്ക് ആവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടത്ര അളവിൽ അത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നാം ബോധ്യപ്പെടണം ഈ ആരാധന ദൈവവുമായുള്ള സമ്പർക്കമാണ് ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. ഈ സമ്പർക്കം രണ്ട് തരത്തിലാകാം. ഒന്ന് ഫുൾ ടൈം സമ്പർക്കം, മറ്റൊന്ന് പാർട്ട് ടൈം. ജനങ്ങളെ കുറിച്ച് നമ്മൾ പറയാനില്ലേ, പള്ളിയിൽ വരെ ഞായറാഴ്ച മാത്രം ക്രൈസ്തവർ, തിങ്കൾ മുതൽ ശനി വരെ വെറും സാധാരണക്കാർ. അതാണ് പാർട്ട് ടൈം എന്ന് പറയുന്നത്. ദൈവവുമായുള്ള സമ്പർക്കം ഞാൻ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നന്മ ചെയ്യുമ്പോഴും ആരാധന അർപ്പിക്കുമ്പോഴും മാത്രമാണെങ്കിൽ ഞാൻ നിങ്ങളും പാർട്ട് ടൈം ചെയ്യുകയാണ്. എന്നാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവവുമായുള്ള സമ്പർക്കത്തിലാണ് ഞാൻ എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അവിടെ ഇനി പാർട്ട് ടൈം സ്ഥാനം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മനുഷ്യനോട് കണ്ടുപിടിക്കാനായിട്ട് കൂട്ടുകാരൻ നിർബന്ധിച്ചു. അപ്പൊ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല പിടിക്കാൻ, പക്ഷെ ഞാനിപ്പോ ഡ്യൂട്ടിയില്ല, ഡ്യൂട്ടി സമയത്ത് എനിക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു, ജോലി കഴിഞ്ഞ് അദ്ദേഹം വരുമ്പോൾ കൂടിയിരുന്നോ വൈകിട്ട് കൂടിയാലോ? ഞാൻ ഡ്യൂട്ടി സമയത്ത് പിടിക്കാനില്ല, ഡ്യൂട്ടി കഴിഞ്ഞില്ല. ഇതെന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ്. ഞാനൊരു അപ്പനാണ്, എന്റെ മക്കളെ നോക്കി വളർത്തേണ്ട ചുമതലയാണ് എനിക്കുള്ളത്. ആ ഡ്യൂട്ടി ഞാൻ പാർട്ട് ടൈമായി ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഡ്യൂട്ടിയിലാണ്. ഓർക്കുക, നാം എല്ലാവരും ഫുൾ ടൈം ഡ്യൂട്ടിയിലാണെന്നുള്ള ഓർമ്മ നമ്മൾ ധരിക്കണം. ഇപ്പോൾ ഞാൻ ഒരു എളിമ പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഞാൻ പള്ളി പോകുകയാണ് കുമ്പസാരിക്കാനായിട്ട്, അതുകൊണ്ട് നിന്നോട് ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. ഞാൻ കുമ്പസാരിച്ച് തിരിച്ചു വരട്ടെ, ഇതിനൊക്കെ ഞാൻ ചൊട്ട മറുപടി പറയാണ്. വലിയ നമ്മുടെ കളിയൊക്കെയായിരിക്കും, പക്ഷേ നാം പൂർണ്ണ സമയവും വൈദികരാണെന്നുള്ള ബോധ്യത്തോടെയാണോ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും സ്നേഹിക്കുന്നതും കരുതുന്നതും ശുശ്രൂഷിക്കുന്നതും എന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് പുനർവിചിന്തനം ചെയ്യാനായിട്ട് ഈ സമയം വിനിയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായ ബന്ധം ദൈവവുമായിട്ടുണ്ടാകണം. അതുപോലെ സാമൂഹ്യ ബന്ധത്തിൽ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്വർഗസ്ഥനായ എന്റെ പിതാവ് എന്നല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ആ ഒരു കോർപ്പറേറ്റ് കൺസേൺ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു പിതാക്കന്മാരുടെ ഉണ്ട് തിരുത്താവുന്നതാണ്. ഈ പിതാവ് എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികളുടെ മാത്രമാണെന്നുള്ള ധാരണ ഉണ്ടാകാൻ പാടില്ലല്ലോ. ദൈവത്തിന്റെ സൃഷ്ടിയാണ് എല്ലാ മനുഷ്യരെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ സർവ മതസ്ഥരെയും കഴിഞ്ഞില്ല, മതമില്ലാത്തവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാം ദൈവ സംസർഗത്തിൽ സമ്പർക്കത്തിൽ ഇടപെടുന്നത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമുക്ക് എത്ര കണ്ട് കാര്യങ്ങളെ ആളുകളെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതിനെ ഒരു ഫിസിക്സ് മാഷ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയെന്ന് കേട്ടിട്ടുണ്ട്. ഒരു പാത്രം വെച്ചു, എന്നിട്ട് കുട്ടിയോട് പറഞ്ഞ കുറച്ച് മണലുണ്ട്, കുറച്ച് പെബിൾസ് ഉണ്ട്, കുറച്ച് പൊടിയോട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ ഇതൊന്ന് നിറയ്ക്കണം. ഒരു കുട്ടി വന്ന് ആ പൊടി മുഴുവൻ ഈ പാത്രത്തിൽ നിറച്ചു, നിറഞ്ഞു, പിന്നെ അതിലൊന്നും കൊള്ളുന്നു. വേറൊരു കുട്ടി വന്ന് ഈ പെബിൾസ് കൂടാതെ പെബിൾസ് ഉണ്ട്, പെബിൾസ് നിറച്ചു, അതിനകത്ത് ഈ മണലും കോരിയിട്ടു, കുറച്ച് പൊടിയുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചപ്പോൾ വീണ്ടും കുറെ കൂടെ അതിലേക്ക് പോകാൻ പറ്റും. എന്നിട്ട് മാഷ് പറഞ്ഞത്, നാം എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്നുള്ളത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ എല്ലാം ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും.
ഇതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകൾ സങ്കുചിതമാണെങ്കിൽ നമുക്ക് ആദ്യത്തെ പൊടി കോരി ഇടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മാറും. അതിലേക്ക് പിന്നെ വേറെ ആരെയും കയറ്റാൻ പറ്റും. ചിലരുടെ മനസ്സിൽ അവനവന് തന്നെ സ്ഥാനമുണ്ട്. ചിലരുടെ മനസ്സിൽ ഭാര്യയ്ക്ക് കുട്ടികൾക്ക് സ്ഥാനം ഉണ്ടായിരിക്കും. വേറെ ചിലർക്ക് ബന്ധുക്കളെ ഉൾപ്പെടുത്താൻ പറ്റും. അതും കഴിഞ്ഞ് ഒരു ഉൾക്കൊള്ളുന്നതിന്റെ വൃത്തം വിശാലമാക്കണമെങ്കിൽ അതൊരു ദൈവകൃപ തന്നെയാണ്. അന്യനെ അവരെ ദൈവത്തിന്റെ മക്കളെന്ന സ്ഥാനത്തിൽ കരുതുമ്പോൾ മാത്രമേ ആ ഉൾക്കൊള്ളൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ. നമുക്കൊരു പക്ഷേ ഇടവകയിലെ ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റിയതായിരിക്കും, അത് വിട്ടും സഭയിലെ ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റിയതായിരിക്കും. അതിന് പുറത്തും ദൈവത്തിന്റെ മക്കളുണ്ടെന്നുള്ള ബോധ്യം ഈ ദിവ്യ സംസർഗവുമായി ബന്ധിപ്പിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തേത്, നമുക്ക് വിശുദ്ധമായ പാരമ്പര്യങ്ങളാണ് ഈ ഓർത്തഡോക്സിയുടെ പ്രത്യേകത. വിശുദ്ധമായ പാരമ്പര്യങ്ങൾ. ചിലർ പറയാറുണ്ട് പാരമ്പര്യവും വേദപുസ്തകവും നമുക്കുണ്ടെന്ന്. ഞാൻ മനസ്സിലാക്കിയത് പാരമ്പര്യങ്ങളെ നമുക്കുള്ളൂ. ആ പാരമ്പര്യങ്ങളിൽ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഒരു കാലത്ത് സെമിനാരിയിലും അങ്ങനെ പഠിപ്പിച്ചിരുന്നു, പാരമ്പര്യങ്ങളും വേദപുസ്തകവും നമുക്കുണ്ട് എന്ന്. എഴുതി വെച്ച പാരമ്പര്യങ്ങൾ മാത്രമാണ് വേദപുസ്തകമെന്ന് എത്ര പേര് തിരിച്ചറിയുന്നു? വേദപുസ്തകത്തെ ഒരു ഐഡോളാക്കി തീർക്കുന്ന വിധത്തിൽ സംവിധാനം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഓർക്കുക, വേദപുസ്തകത്തിൽ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ സഭയിൽ നിലനിന്നിരുന്ന സംവിധാനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി നമ്മുടെ പിതാക്കന്മാരാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അതങ്ങനെ വ്യാപരിക്കണം. ഒരു ചങ്ങലയുടെ ഏറ്റവും ദുർബലമായ കണ്ണിയാണ് ആ ചങ്ങലയുടെ ശക്തി. എത്ര വലിയ ചങ്ങലയാണെങ്കിലും ഒരു കണ്ണി ദുർബലമാണെങ്കിൽ ആ ദുർബലമായ കണ്ണിയുള്ള ചങ്ങലയുടെ ശക്തി എന്ന് പറയുന്നത് ആ ദൗർബല്യം ഉൾപ്പെടെയാണ്. തിരുസഭയുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ എത്രമാത്രം ശക്തിമത്തായാലും നാം ആകുന്ന കണ്ണി ദുർബലമാണെങ്കിൽ സ്നേഹിതരെ അവിടെ പൊട്ടിപ്പോകും. ഈ ഒരു ഭാരിച്ച ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം. സഭാപിതാക്കന്മാരും അപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് പറഞ്ഞു തന്ന കാണിച്ചു തന്ന മാതൃകകൾ ഇതാണ്. ഞാൻ സൺഡേ സ്കൂളിലൊക്കെ അധികം ക്ലാസ്സിലൊക്കെ ഒരു ടെസ്റ്റ് നടത്താറുണ്ട്. ജനാർദ്ദന നടത്തിയിട്ടുണ്ട്. റിസൾട്ട് നമുക്ക് നടത്താം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാമോ? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഈ കൈ ഒന്ന് വലത്തോട് നീട്ടുക. എന്നിട്ട് എല്ലാവരും ഞാൻ പറയുന്ന പോലെ ചെയ്യൂ. എല്ലാവരും ചുവട്ടൊന്ന് തൊടുക. അല്ലേ? അപ്പോഴും ചിലരെ ചുണ്ട് തൊട്ടിട്ടുള്ളൂ, ബാക്കി എല്ലാവരും താടി തന്നെയാണ് തൊട്ടത്. എന്താ കാരണം? കാരണം ഞാൻ തൊട്ട് കാണിച്ചത്, ഓർക്കുക, നാം പാരൻസ് ആണല്ലോ, നാം ഇടവകയിലെ മാതാപിതാക്കളാണല്ലോ. നമ്മൾ എന്തു പറഞ്ഞാലും ആളുകൾ, അടുത്ത തലമുറ നാം ചെയ്യുന്നതാണ് നോക്കിക്കാണുന്നത്. അത് മറക്കരുത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് നമ്മുടെ ഉള്ളിൽ കയറണം. നാം പറയുന്ന വാക്കുകൾ എത്രമാത്രം ശ്രേഷ്ഠമാണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും മറ്റുള്ളവരെ സ്വാധീനിക്കുക എന്ന് മറന്നുപോകരുത്. ഗാന്ധിജി പറഞ്ഞതുപോലെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ആർക്ക് പറയാൻ സാധിക്കും? ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങൾ ആരുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ നമ്മുടെ മനോഹരമായ ആരാധന തന്നെയാണ്. അത് ഗ്രഹൻ സഭകളുടെ ആരാധനയായാലും ഓറിയന്റൽ സഭകളുടെ ആരാധനയായാലും ആ ഒരു മഹത്വം അതിനുണ്ട്. കാരണം നാം പ്രസാദിപ്പിക്കുന്ന ദൈവത്തെയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാർഗമായിട്ടാണ് ആരാധനയെ കാണുന്നത്. പിതാക്കന്മാർ പറയാറുണ്ട്, തുര്യോപം ആരംഭിക്കുന്നത് കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് അല്ല. ചിലർ പറയും തലേ സന്ധ്യാനമസ്കാരം മുതൽ തന്നെ ആരംഭിക്കുന്നത്. എന്നാൽ അഭിവന്ധ്യ യൂലിയോസിനെ പറഞ്ഞ് നോക്കുകയാണ്, ജീവിതം മുഴുവനും തുര്യോപയാണ്. ഒരു വ്യക്തിയെ തിരുമേനി പറഞ്ഞത് എന്റെ മനസ്സിലത് കൊണ്ടു. തുര്യോപ എന്ന് പറയുന്നത് കുർബാന അർപ്പിക്കുന്ന മുൻപുള്ള ആ പ്രത്യേക സന്ദർഭം മാത്രമല്ല, ജീവിതം മുഴുവനും തുര്യോപയാവണം.
ഇതാണ് നമ്മുടെ ആരാധനയുടെ മഹത്വം എന്ന് പറയുന്നത്. അത് അർപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് ചില ഒരുക്കങ്ങളൊക്കെ ആവശ്യമുണ്ട്. കുർബാന അർപ്പിക്കുന്നത് ഈ കുർബാന മാത്രമല്ല, നമ്മുടെ ആരാധനകളെല്ലാം തന്നെ അർപ്പിക്കുന്നവർക്കൊരു ഒരുക്കമുണ്ടാകണം. എങ്കിലേ അത് സ്വീകരിക്കുന്നവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഒരു പോപ്പുലർ ആയിട്ട് അദ്ദേഹം ആദ്യത്തെ ബ്ലസ്സിംഗ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ വായിച്ചു കാണാം. ആദ്യം മാർപ്പാപ്പനായിട്ട് ആളുകൾ അവിടെ ഇങ്ങനെ ഒന്നിച്ചു കൂടി നിൽക്കുകയാണ് മാർപ്പാപ്പയുടെ ആശീർവാദം വാങ്ങാനായിട്ട്. അദ്ദേഹം പറഞ്ഞത്, മക്കളെ, നിങ്ങളെ അനുഗ്രഹിക്കാൻ എനിക്ക് കൃപ ലഭിക്കേണ്ടതിനെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ആശീർവദിക്കുന്നു. നന്മയുള്ള ജീവിതം എന്ന് പറയുന്നത് വിനയവും ലാളിത്യവും, ഇതാണ് നമ്മുടെ പ്രയോഗം. ഒരിക്കലെങ്കിലും അഹങ്കാരത്തോടുകൂടി ഞാൻ പറഞ്ഞാൽ ഉപസാരിക്കണം. കാരണം നമുക്കത് പാടില്ല. അച്ഛന്മാർക്ക് അറിയാമല്ലോ, ഒരു ഇടവകയിൽ അച്ഛൻ എത്ര പണ്ഡിതനായാലും എത്ര പ്രഗത്ഭനായാലും ആളുകൾ ആഗ്രഹിക്കുന്നത് അവരെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെയാണ്. നമ്മുടെ പാണ്ഡിത്യമൊന്നും വിളമ്പിയത് കൊണ്ടൊന്നും ഒരു ഇടവകയിൽ നന്നാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഓർത്തഡോക്സ് ആരാധന എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസികൾ ഒന്നിച്ചു കൂടുന്ന അവസരമാണ്. അത് പ്രയോജനപ്പെടുത്തണം. ദൈവസന്നിധിയിൽ അവരെ നിർത്തി അവർക്ക് ദൈവസാന്നിധ്യ ബോധമുണ്ടാക്കി സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ടും അതവർക്ക് ലഭിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ആ വിധത്തിൽ ഇടവകി ഒരുക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ആരാധനയും ദിവ്യ സംസർഗത്തിന്റെ അനുഭവമാണ്. ആത്മീയ അനുഗ്രഹങ്ങളുടെ പ്രസരിപ്പാണ്. അതുപോലെ തന്നെ പരിവർത്തനത്തിന്റെ ആയുധങ്ങളുമാണ്. നന്നായി പ്രാർത്ഥിക്കുന്ന ഒരച്ഛൻ നന്നായി കുർബാന ചൊല്ലും. നന്നായി കുർബാന ചൊല്ലുന്ന ഒരച്ഛൻ ജനങ്ങളെ സ്നേഹിക്കും. അവർക്ക് വ്യത്യസ്ത സ്വഭാവമുള്ളവരായിരിക്കും. അവരോട് ഇടപെടുമ്പോൾ ഞാൻ എന്റെ ചിന്തയാണ്, ഇടപെടുമ്പോൾ അവർക്ക് വേണ്ടത്ര കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളത് അവരുടെ ഒരു കുറവായിട്ടല്ല കാണുന്നത്. അവരെ സ്നേഹിക്കാനുള്ള മാർഗമായിട്ട് കാണണം. നമുക്കങ്ങനെയാണ്. കുഞ്ഞുങ്ങൾക്ക് എത്ര വലിയ കഴിവും സ്നേഹമാണല്ലോ കുഞ്ഞുങ്ങളോട്. അതുകൊണ്ടൊരു മനോഭാവം വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കണം. ആരാധനയുടെ മഹത്വം ഞാൻ വർണ്ണിക്കുന്നില്ല, നമുക്കറിയാം. ആത്യന്തികമായിട്ട് ഇതെല്ലാം ചെന്ന് ചെയ്യുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനാണ്. ലോകത്തിൽ ഈ ഓക്സിഡന്റ് അല്ലെങ്കിൽ പാശ്ചാത്യം എന്ന് പറയുന്ന നാടിന്റെ പ്രത്യേകത നമുക്കറിയാം. എല്ലാം മനുഷ്യനായാലും ഒരു ഒബ്ജക്റ്റാണ്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് സ്റ്റഡിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പാശ്ചാത്യ ചിന്തകളെല്ലാം. അതുകൊണ്ട് തത്വശാസ്ത്രങ്ങളും ചിന്തകളും ഏറ്റവും പ്രകടമായിട്ട് കാണുന്നത് പാശ്ചാത്യ നാടുകളിലാണ്. എന്നാൽ ലോകത്തെ എല്ലാ പ്രധാന മതങ്ങളും ഉത്ഭവിച്ചത് പൗരസ്ത്യ നാടുകളിലാണ്. കാരണം നമുക്ക് ഒരു ഒരു വ്യക്തി എന്ന അർത്ഥത്തിലാണ് സ്പിരിച്വാലിറ്റി പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് വിശുദ്ധീകരണം, ഡെയിഫിക്കേഷൻ, തേജസ്കരണം എന്നൊക്കെ പറയുന്നത് സമഗ്രതയിലാണ്. ഒരു വ്യക്തിയെ ഒരു വസ്തുവായി കണ്ടുകൊണ്ടല്ല, ആത്മാവിനും ശരീരത്തിനും മനസ്സിനും ശുദ്ധീകരണം ഉണ്ടാകണം. ഈ വിധത്തിലാണ് നമ്മുടെ ലക്ഷ്യ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. നമ്മൾ എത്തിച്ചേരുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഓർത്തഡോക്സ് ആത്മീയത? ഒരു തേജസ്സുണ്ട്. പാപമായ അനുഭവം നമുക്ക് അതിന്റെ സൂചന തരുന്നുണ്ട്. ഈ നന്മയമായ അവസ്ഥയെ മാറ്റിമറിക്കുന്ന പുതിയ ചിന്ത. ഇന്ന് കാണുന്ന അനുഭവങ്ങൾ അതിന്റെ ഗ്രിഗോറിയസിനായ ഒരു കോട്ട് എന്ന പ്രയോജനമില്ലുണ്ട്. അതായത് ഒരു പുതിയ ലോകം എന്ന് പറഞ്ഞാൽ ഇന്ന് തെറ്റും ശരിയും നന്മയും തിന്മയും ഒക്കെ ഉൾക്കൊള്ളുന്ന ലോകമാണ്. നമ്മുടെ പ്രതീക്ഷ എന്താണ്? നന്മ മാത്രം ഉൾക്കൊള്ളുന്ന ലോകം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് വരണമെങ്കിൽ ഈ ലോകക്രമം മാറണം. അവിടെയാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പുതിയ സൃഷ്ടി എന്ന് പറയുന്ന അനുഭവം. ഒരു നന്മ മാത്രം.
അതുകൊണ്ട് ഈ താൽക്കാലിക ലോകത്തിൽ നന്മയും തിന്മയും ഇടകലർന്നിരിക്കുന്നു. വേർതിരിക്കുന്നത് ഇപ്പോഴല്ല. പലപ്പോഴും നമ്മുടെ മനസ്സിൽ നീതിനിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും ഒക്കെ നിരാശ ഉണ്ടാകാം. പക്ഷേ അഭിവൃദ്ധി പിതാവിന്റെ കോട്ടില്ല. ഈ ലോകത്ത് ഇത് രണ്ടും ഇടകലർന്നു വരും. അങ്ങേ ലോകത്തിലാണ് പ്രതീക്ഷ. അവിടെ നന്മ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. വിശുദ്ധീകരണം ലക്ഷ്യമായി തന്നെയാണ്. ദൈവത്തോടൊപ്പമുള്ള വാസത്തിന് ദൈവിക സ്വഭാവമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അതിലേക്ക് നമ്മൾ വഴി നടത്തുന്നതാണ് ഈ പൗരസ്ത്യ ആത്മീയത എന്നത്. ഈ ആത്മീയത ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടു വരികയാണ് ആധുനിക സമൂഹത്തിൽ. നാം വിചാരിക്കും ന്യൂജൻ കുട്ടികളുടെ പ്രശ്നമാണത്. അമേരിക്കയിൽ 1970-കളിൽ ഈ ഫാർമസി സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചിന്ത വന്നു. ഒന്നിനെ തടസ്സം നിൽക്കരുത്, സ്വന്തമായിട്ട് വളരെ ചെയ്യുന്നു. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് അതിന്റെ ഫലം കിട്ടി. എന്താണത്? വിലക്കുകളില്ലാത്ത ജീവിതം അനുഭവിച്ച സമൂഹത്തിന് അതിന്റെ റിസൾട്ട് കഴിയാൻ 20 വർഷം കാത്തിരുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അത് എത്തിപ്പെടുകയാണ് ഈ ഫാർമസി ബിസിനസ്. ആരെയും കുട്ടികളെ അടിക്കരുത്, വിലക്കരുത്. അധ്യാപകരെ അവരെ സ്വതന്ത്രമായിട്ട് വിടണം. അവരുടെ സ്നേഹത്തോടെ, അവരെ കത്തിയായിട്ട് വരുമ്പോഴും സ്നേഹത്തോടെ മോനെ, ഞാനതാ പറയുന്നത്, മറ്റൊരാൾ പറയുന്നത് പോലെ ഇടപെടണം എന്നൊക്കെ പറയുന്ന ഈ സംവിധാനത്തിന്റെ ഫലം നമ്മൾ കൈകാര്യക്കുന്നേ ഉള്ളൂ. ഇത് ആരോടാണ് ഇതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത്? നാം പലപ്പോഴും സമൂഹത്തെ പറയുന്നു. പക്ഷേ എന്റെ വീട്ടിൽ എന്റെ മക്കളെ വളർത്തുന്ന ഞാനില്ലേ? അധ്യാപകർക്ക് അവർക്ക് അവരെ ലഭിക്കുന്നതിന് കൂടുതൽ സമയം എന്റെ മക്കളെ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഈ ഓൾഡ് ജെൻ തന്തവൈബ് എന്നൊക്കെ പറയുന്ന ഓൾഡ് ജെൻ പ്രയോജനം വിട്ടാൽ തീർച്ചയായിട്ടും ന്യൂജൻ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ നാം പരിചയിച്ച ശീലങ്ങളും സംവിധാനങ്ങളും അടുത്ത തലമുറയ്ക്ക് വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെ പകർന്നു കൊടുത്താൽ ഒരു ന്യൂജനം കേടുവരില്ല. അവരെ എവിടേക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ ധൈര്യമുണ്ടാകും. ഒരു ടീച്ചർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി പോലത്തെ ക്യാൻസർ പഠിച്ച ഒരു ചെറുക്കൻ്റെ നമ്മൾ ഇടവകയിൽ ചെറുക്കനാണെന്ന് കേട്ടപ്പോൾ ടീച്ചർ പറയാണ്, അവനെ എനിക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ കിട്ടിയിരുന്നു. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്തൊരു ബോധ്യമാണ്, എന്തൊരു ബോധ്യമാണ്. ഇടവകയിലെ ഓരോ അംഗങ്ങളെ കുറിച്ചും ഈ ബോധ്യം നമുക്കുണ്ടോ? ഈ സമകാലീന ലോകത്തിൽ നമുക്ക് വെല്ലുവിളി ഉയർത്തുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഞാനത് വെറുതെ ഒന്ന് വായിച്ചു വിടാം. ശാസ്ത്രത്തിന്റെ അമിത പ്രാധാന്യം, വ്യക്തി സ്വാതന്ത്ര്യം, പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും അതൊരു ഗുണം കിട്ടണം. അതുകൊണ്ട് മുന്നോട്ട് ഉണ്ടാക്കാൻ താല്പര്യമില്ല. പച്ചക്കറിയാണ്, അത് നമുക്ക് കഴിക്കാനുള്ളത് കിട്ടുമല്ലോ. അങ്ങനെയുള്ള പ്രാഗ്മാറ്റിക് എന്ത് ചെയ്യുമ്പോഴും പ്രായമായവരെ നോക്കുമ്പോൾ എന്താ ഗുണം? പ്രയോജനമല്ലോ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനി അവർ വേണ്ട. അങ്ങനെയുള്ള ഈ പ്രാഗ്മാറ്റിക് ചിന്താഗതി വളർന്നു വരുന്നു. കൺസ്യൂമറിസം, സെക്യുലറിസം, ഇത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. സെക്യുലറിസം എന്ന് പറഞ്ഞത് നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, സെക്യുലറാണ് ഇന്ത്യ എന്നുള്ളത്. മതേതരത്വം മതത്തിന് ഇതരമായത് എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും വ്യാഖ്യാനിക്കാറുള്ളത്. അതല്ലാതെ മത നിരപേക്ഷിതത്വം എന്നാണ് പറയേണ്ടത്. എല്ലാ മതങ്ങളോടും തുല്യമായി സ്നേഹം കാണിക്കുന്ന, കരുതുന്ന ഒരു സംവിധാനം. ഒരു മതങ്ങളെയും കരുതാത്ത രീതിയിലാണ് ഇപ്പോൾ സംവിധാനം ചെയ്യുന്നത്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ആളുടെ മനസ്സിലെ മതത്തിന് എതിരായ എന്തോ ആണെന്നുള്ളതാണ്. പണ്ട് എല്ലാ മതങ്ങളിലെയും നന്മ പ്രചരിപ്പിക്കുന്ന ചില പാഠങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചെറിയക്കാരനും ഖുർആനിലെ കഥകളും മഹാഭാരത കഥകളും ഒക്കെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റി മരണം, അതൊക്കെ മതപരമായ കാര്യങ്ങളാണ്. മനുഷ്യന്റെ ബുദ്ധി വികസിപ്പിക്കുവാനായി ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എടുക്കുമ്പോൾ അറിവ് കിട്ടുന്നവന് തിരിച്ചറിവില്ല എന്നുള്ള ബോധ്യം നമ്മെ ധരിക്കണം. ആരൊക്കെയാണോ അതിനെ ചിന്തിക്കേണ്ടതെങ്കിൽ മതത്തിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹം വളർന്നു വരുവാനായിട്ട് ഇടവരുത്താവുന്ന വിധത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുവാൻ ഏതൊക്കെ കേന്ദ്രങ്ങളാണ് ഇടപെടേണ്ടത്, അവർക്കെന്നുള്ള ചിന്ത വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നാണ് ബഹുസ്വരത. വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ബഹുസ്വരത. കാരണം എന്റെ പരിചയത്തിൽ പലരും ഉണ്ടായിരിക്കും, പല മതങ്ങളിലുള്ളവരായിരിക്കും. അതുകൊണ്ട് ആ ഒന്നിച്ച് കുടുംബം എനിക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ടി വരും.
എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം. അതുകൊണ്ട് ഒരുപാട് ദിവസത്തിൽ പറഞ്ഞ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന നിലപാടെടുക്കേണ്ടി വരും. എല്ലാവരും ചെയ്യുന്ന ഒരു അച്ഛനെ കുറിച്ച് ഒരു കഥയുണ്ട്. അച്ഛൻ ഒരു ഇടവകയിൽ ഒരു ഗ്രൂപ്പ് വന്നപ്പോഴേ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതാണ് ശരിയത്, എനിക്കത് മനസ്സിലായില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഗ്രൂപ്പ് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എല്ലാ കാര്യവും ഇതാണോ കാര്യം, നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞു. രണ്ടുപേരും പോയപ്പോ ഭാര്യ ചോദിച്ചാൽ നിലപാടൊക്കെ വേണ്ടേ, ആദ്യം വന്നവരോട് അതാ ശരിയെന്ന് പറഞ്ഞു, രണ്ടാമത് വന്ന് അതും ശരിയാന്ന് പറഞ്ഞു, നീ പറഞ്ഞതാണ് ശരി. ഇതാണ് നമ്മുടെ പലപ്പോഴും നിലപാടുകൾ. അതുകൊണ്ട് എല്ലാവരെയും പീഡിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ പലരും നമുക്ക് അടിയറ വെക്കേണ്ടി വരും എന്നും കൂടെ ഓർക്കുക. ആഗോളവൽക്കരണം ഇന്ന് വിശ്വാസമായാലും ആരാധനയായാലും ആഗോള തലത്തിൽ ചർച്ച ചെയ്യുവാനും ഗ്രഹിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരാധനയ്ക്ക് അപാകതകളുണ്ടെങ്കിൽ അതൊക്കെ പുതുതലമുറ കണ്ടുപിടിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും കൂടെ ഓർക്കുക. സാങ്കേതിക വിദ്യയും അത് തന്നെയാണ്. പണ്ടൊക്കെ സഭയിൽ പിതാക്കന്മാരുടെ കുർബാനയൊക്കെ കാണുമ്പോൾ വളരെ അപൂർവമായിട്ടല്ലേ ഉണ്ടാകാറുള്ളൂ. ഇപ്പൊ നിരവധിയാണ്. ഒരാളിൽ നിന്ന് മറ്റേയാൾ എന്ത് വ്യത്യാസമുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്കും വേണം. നാം കാര്യങ്ങൾ പൊതുരംഗത്ത് പറയുമ്പോൾ നാം ഒരു ചെറിയ ഇട്ടാവട്ടത്തിനുള്ളിൽ മാത്രമല്ല ലോകം മുഴുവൻ ഇത് കാണുന്നുണ്ട് എന്നുള്ളത്. ഈ അടുത്ത് ഒരു ചോദ്യോത്തര വേറെ കാവാറിനെയും ഒരു വേറെ ടീമിനെയും രണ്ടുപേരും ഉത്തരം കൊടുക്കുന്ന വ്യത്യസ്തമായ ഉത്തരങ്ങൾ കൊടുക്കുന്നതായി നമ്മൾ കണ്ടു. നമുക്ക് അതൊന്നും അറിയാം. പക്ഷെ അതൊക്കെ ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രശ്നം. അത് നമ്മൾ മനസ്സിലാക്കണം. സാമൂഹ്യ മാധ്യമങ്ങൾ, അതുപോലെ പണത്തോടുള്ള ആർത്തി, ലഹരി, മയക്കുമരുന്ന്, ആരാധന അകലുന്ന യുവത്വം, ത്യജിക്കാനുള്ള വിമുഖത, ഒന്നും സാക്രിഫൈസ് ചെയ്യാൻ ആർക്കുമാകില്ല. ആ നിലവാരത്തിലുള്ള രാഷ്ട്രീയ പക്ഷഭേദം, നിയമങ്ങളോ സംവിധാനങ്ങളോ നന്മയുടെ കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതും നാം ഉൾക്കൊള്ളുന്നുണ്ട്. സർവോപരി നിരീശ്വരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത് ചേർത്ത് പറയാനുള്ളതാണ് നോട്ട് എത്തീസം. അതിനേക്കാൾ അപകടകാരിയാണ് ലോ റിലിജിയൻ. ദൈവമില്ലെന്ന് പറയുന്നവരെ അങ്ങനെ വിടാം. പക്ഷെ മതമുണ്ടെന്ന് പറഞ്ഞിട്ട് മതത്തിന്റെ ഏറ്റവും തരംതാണ മതം ആചരിക്കുന്നവരാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവർക്കാണ് ഇതാണ് ക്രിസ്തു മതമെന്ന് തോന്നുന്നു. പണ്ട് ഓണം ആചരിക്കുമ്പോൾ വിദേശത്ത് എല്ലാ വിഭവങ്ങളും നിരത്തി അവസാനം മദ്യം ഒഴിച്ചത്. അപ്പൊ അതറിയാത്തവർക്ക് ഓണം എന്ന് പറഞ്ഞ് ഇങ്ങനെയാണത്, അവസാനം മദ്യപാനമുണ്ട്. നമുക്ക് തെറ്റായ ചിന്തകൾ, ഈ ലോ റിലിജിയൻ മതത്തിന്റെ ഒരു തരംതാണ വിധത്തിലുള്ള പ്രകടനം തീർച്ചയായിട്ടും നിരീശ്വരത്വത്തെക്കാൾ അപകടം ഉണ്ടാക്കുന്നുണ്ട്. നമുക്കതിന്റെ വക്താക്കളാണോ ചിന്തിക്കണം. മതം ആഗ്രഹിക്കുന്ന ആ ഒരു നിഷ്ഠയും ആ ഒരു നിറവും നമുക്ക് പുലർത്താനാകുന്നില്ലെങ്കിൽ നമ്മുടെ ലോ റിലിജിയൻ കണ്ട അനേകർ നമ്മുടെ മതത്തെ കുറ്റപ്പെടുത്തും, സഭയെ കുറ്റപ്പെടുത്തും. ഇതൊക്കെ നാം നേരിടുന്ന വെല്ലുവിളികളാണ്. എന്താണ് ഒരു പരിഹാരം? ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിനെ നേരിടാവുന്ന വിധത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ രൂപപ്പെടണം. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ ഇരുമ്പൊക്കെയല്ല. കലാകാലങ്ങളിൽ പിതാക്കന്മാർ ഒന്നിച്ചിരുന്ന് സംവിധാനം ചെയ്ത് തന്നെയാണ് എല്ലാ വിശ്വാസ സത്യങ്ങളും. അത് നാം മനസ്സിലാക്കും. ആചാരാനുഷ്ഠാനങ്ങളും ക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. ഓർക്കുക, കാലങ്ങൾക്കനുസൃതമായി സഭയെ സംവിധാനം ചെയ്യാനുള്ള വർദ്ധിച്ച ഉത്തരവാദിത്തമാണ് ഈ തലമുറയ്ക്കുള്ളത്. ഈ തലമുറയിൽ ക്രൈസ്തവ സാക്ഷ്യം അനുഗ്രഹപ്രദമായി നിർവഹിക്കുവാൻ എന്ത് ചെയ്യണമെന്നുള്ളത് കൂട്ടായി ചിന്തിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛന്മാർക്കും അനുഭവത്തിൽ നിന്ന് പലതും പറയാനുണ്ടായിരിക്കും. നമ്മുടെ ആരാധനയുടെയോ വിശ്വാസത്തിന്റെയോ പ്രാവർത്തികതയിൽ വരുന്ന അപാകതകൾ, അതൊന്നും ഒരു വ്യത്യാസം വരുത്തി എന്ന് പറഞ്ഞതുകൊണ്ട് അപകടമുള്ളതൊന്നുമല്ല. നമുക്കൊരു വീട് ഒന്ന് ഭംഗിയാക്കണമെങ്കിൽ അത് പൊളിച്ചു പണിയാണല്ലോ. വീട് പൊളിച്ചു പണിയാം, ഒരു വീട്ടുകാരെ മാറ്റാൻ പറ്റും. ഇതുപോലെ മാറ്റാൻ പറ്റാത്ത ചില വിശ്വാസ സത്യങ്ങൾ നമുക്കുണ്ട്. ഓർത്തഡോക്സി അതും കൈവെക്കാനാവില്ല.
പക്ഷേ മനോഹരമാക്കാൻ സാധിക്കുന്ന പലതുമുണ്ട്. അത് കൂട്ടായി ചിന്തിച്ച് ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ കണ്ടതൊക്കെ പകർത്തി കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അവിടെ നല്ലവണ്ണം തോന്നി ഉടനെ അവിടുത്തെ സാംസ്കാരിക പാരമ്പര്യത്തിലും നിലപാടിലും അത് ശരിയായിരിക്കാം. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിലും നമ്മുടെ ദേശീയതയിലും അത് പ്രയോജനമുള്ളതാണോ? ഓർത്തഡോക്സിക്ക് വളർന്നു വന്നത് എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, പലസ്തീനിൽ നിന്ന് ഒരു മന്ദിരത്തെ കൊണ്ടുവരുന്നു. അത് കൊണ്ടുവരുമ്പോൾ അല്പം മണ്ണായിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലേക്ക് വേര് ഇറങ്ങണം. വെള്ളവും വളവും എടുക്കുന്നത് ഈ നാട്ടിൽ നിന്നായിരിക്കണം. ഇങ്ങനെയാണ് ഓർത്തഡോക്സി എല്ലാ പ്രാദേശിക സഭകളിലും ദേശീയ സഭകളിലും ഉരുത്തിരിഞ്ഞത്. നമുക്കും ആ ചിന്തയുണ്ടാകണം. അത് ഏത് പരിധി വരെ ഞാൻ പറഞ്ഞല്ലോ, വീട് കൂടി പിടിപ്പിക്കുമ്പോൾ വീട്ടുകാരെ മാറ്റാനാവില്ല. മാറ്റാൻ പാടില്ലാത്ത ഇതാണ്, മാറ്റാവുന്ന ഇതാണെന്നുള്ള കൃത്യത പിതാക്കന്മാർ ഒരുമിച്ചുകൂടി നിർദ്ദേശങ്ങൾ തരികയാണെങ്കിൽ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത്. അച്ഛന്മാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെ തന്മയത്വം അനുസരിച്ച് കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്നുണ്ട്. അതല്ല, സഭയിൽ ഏത് പരിധി വരെ വ്യത്യാസങ്ങൾ വരുത്താമെന്നുള്ളത് ഒരുമിച്ച് ചിന്തിച്ച് അതിന് ഈ സമകാലീന ലോകത്തിൽ വെല്ലുവിളി നേരിടുന്ന സഭയുടെ സാക്ഷ്യം ഉയർത്തുവാൻ എന്തെല്ലാം ചെയ്യണം, ഇതൊക്കെ ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായ വിശ്വാസവും ആരാധനയും ദൈവീകരണ പ്രക്രിയയും നമുക്ക് തന്ന പിതാക്കന്മാരെ ഓർക്കുന്നുണ്ട്. ഇപ്പോഴുള്ള പിതാക്കന്മാരും അത് ഈ കാലഘട്ടത്തിന് കൂടുതൽ ശോഭയുണ്ടാകുന്ന വിധത്തിൽ സംവിധാനം ചെയ്യുവാനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്കായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രത്യേകമായ വാക്കുകൾ ശ്രമിച്ച നിങ്ങൾക്ക് എൻ്റെ സ്നേഹം തന്നുകൊണ്ട് എന്നെ ക്ഷണിച്ച നിങ്ങൾക്ക് നന്ദി പ്രദർശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുവാനാണ്.